ഹായ് ഓൾ, വെൽക്കം ടു പലാലൈതർ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് കൊച്ചിയിലുള്ള നമ്മുടെ ഈ പലാലൈതർ. എൻ്റെ പേര് ജോജി, ഞാൻ ഏതൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. വൈറ്റില ചളിക്കവട്ടത്താണ് ഈ ഒരു ഷോറൂം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതറിനും പൊതുവെ വരുന്ന രണ്ട് വേരിയൻസ് ആണ്, ഏതർ 450Xഉം 450Sഉം. ഏതർ 450Xൽ തന്നെ രണ്ട് വേരിയൻസ് ഉണ്ട്, സബ് വേരിയൻസ് എന്നുള്ള പോലെ 450Xൽ തന്നെ HR എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ LR എന്ന് പറയുന്ന വേറൊരു വേരിയൻ്റും ഉണ്ട്. 450X HRൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 കിലോമീറ്റർ റേഞ്ച് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്ന 3.7 kWh ആയിരിക്കും. നമുക്കൊരു എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 0 to 100 ആവാനായിട്ട് 5 മണിക്കൂറും 40 മിനിറ്റുമാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4 റൈഡിംഗ് മോഡ്സും കാര്യങ്ങളും ആയിരിക്കും വരുന്നത്. എക്കോ, റൈഡ്, സ്പോർട്ട്, വാർപ്പ് എന്ന് പറയുന്ന 4 റൈഡിംഗ് മോഡ്സ് ആയിരിക്കും വരുന്നത്. ഇതിൽ തന്നെ സ്മാർട്ട് എക്കോ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. നമ്മൾ അത് ആ ഒരു മോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് 110 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ട്രൂ റേഞ്ചാണ് ഈ 110 എന്ന് പറയുന്നത്. ഇതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് 150 എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സാണ് കോസ്റ്റിംഗ് റീജിയൻ, അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, ഫോൾ സേഫ് എന്ന് പറയുന്ന 3 ഫീച്ചേഴ്സ് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഫോൾ സേഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ റൈഡിങ് ടൈമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെഹിക്കിൾ മറിഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആക്സിലറേഷൻ കട്ടാവും. കോസ്റ്റിംഗ് റീജിയൻ എന്ന് പറയുന്ന ഫീച്ചറിൽ ചാർജിങ് പെർസെൻറ്റേജിന് 80% ബിലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ ഫുള്ളായിട്ട് സ്ലോ ഡൗൺ ആവുന്നു. ബ്രേക്ക് ആവുന്നു എന്നല്ല പറയുന്നത്, വെഹിക്കിൾ ഒന്ന് സ്ലോ ഡൗൺ ആവുന്നു. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ബാറ്ററിയിലേക്ക് മൈന്യൂട്ടായിട്ട് ചാർജ് കയറുന്നു. അത് മാത്രമല്ല നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫും ഇൻക്രീസ് ആവുന്നുണ്ട്. 450X LRൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 85 to 90 കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ട്രൂ റേഞ്ചായിട്ട് പറയുന്നത്. അതേപോലെ ചാർജിങ് ടൈമായിട്ട് വരുന്നത് 8 മണിക്കൂറും 40 മിനിറ്റും ആയിരിക്കും 0 to 100 ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ എക്സിലുള്ള പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നാവിഗേഷൻ വേണ്ടി ഗൂഗിൾ മാപ്പും കാര്യങ്ങളും ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്മുടെ ചാർജ് സ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. 450Xൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ഗൂഗിൾ മാപ്പ്, അതേപോലെ തന്നെ 4 റൈഡിംഗ് മോഡ്സ്. സോ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഇതിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, RC, ഇൻഷുറൻസ്, ഈ 3 ഡോക്യുമെൻറ്റ്സ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിടാൻ പറ്റുന്നുണ്ട്. 450Sലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി അതൊരു സ്പോർട്സ് സ്കൂട്ടർ സെഗ്മെൻറ്റിലാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 85-90 ആയിരിക്കും ട്രൂ റേഞ്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് 8 മണിക്കൂറും 40 മിനിറ്റും തന്നെ ആയിരിക്കും 0 to 100. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2.9 ആയിരിക്കും. 450Sൽ 3 റൈഡിംഗ് മോഡ്സ് ആയിരിക്കും വരുന്നത്, എക്കോ, റൈഡ്, സ്പോർട്ട്. ഇതിൽ നമുക്ക് സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന ഫീച്ചർ ഓണാക്കി നമ്മൾ റൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 90 കിലോമീറ്റർ ട്രൂ റേഞ്ച് പറയുന്നത്. പിന്നെ 450Xൽ ഉള്ള പോലെ തന്നെ ഫോൾ സേഫ്, കോസ്റ്റിംഗ് റീജിയൻ, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, ഈ ഫീച്ചേഴ്സ് എല്ലാം 450Sലും വരുന്നുണ്ട്. അതിൽ ടച്ച് ഡിസ്പ്ലേ ഉണ്ടാവില്ല, പകരം DP ഡിസ്പ്ലേ ആയിരിക്കും. നാവിഗേഷന് ഗൂഗിൾ മാപ്പിന് പകരം ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആയിരിക്കും. ഏകദേശം 18 മുകളിൽ ഡയറക്ഷൻസ് ഇതിൻ്റെ അകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്കൂട്ടറിലേക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ഈ നാവിഗേഷൻ നമുക്ക് വർക്കാവുന്നത്. 450S നമുക്ക് 4 കളേഴ്സിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക: സോൾട്ട് ഗ്രീൻ, സ്റ്റിൽ വൈറ്റ്, കോസ്മിക് ബ്ലാക്ക് ആൻഡ് സ്പേസ് ഗ്രേ. 450Xൽ 6 കളേഴ്സ് അവൈലബിൾ ആയിരിക്കും: കോസ്മിക് ബ്ലാക്ക്, സ്പേസ് ഗ്രേ, സ്റ്റിൽ വൈറ്റ്, സോൾട്ട് ഗ്രീൻ. അതുപോലെ അഡീഷണലി വരുന്ന കളേഴ്സാണ് ട്രൂ റെഡ് ആൻഡ് ലൂണാർ ഗ്രേ എന്ന് പറയുന്ന ഒരു റെഡ് അലോയ് വരുന്ന ഒരു വേരിയൻറ്റ്. 450Sൻ്റെ ഡിസ്പ്ലേ വരുന്നത് 18 ലെയർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു DPI ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഡേ ടൈം ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കും.
ഈ ഒരു ഡിസ്പ്ലേയിൽ. നോർമലി വരുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ പോലെ ആയിരിക്കില്ല നമ്മുടെ 450S ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 450X ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് നോർമലി നമ്മുടെ ഫോണുകൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ്. ഫ്രെയിമിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അലൂമിനിയം ചേസിസിൽ വരുന്ന ഒരു ഫ്രെയിമാണ്. നമുക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഫ്രെയിം ബിൽഡ് ചെയ്ത് വരുന്നത്. ഇത് ബോൾട്ടഡ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്തെങ്കിലും അപകടം അങ്ങനെ പറ്റാതിരിക്കട്ടെ, എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് പാർട്ടിലാണോ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നിരിക്കുന്നത് അത് റിമൂവ് ചെയ്യാനായിട്ട്, ആ ഒരു പാർട്ട് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓൾ ചേസസ് തന്നെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് ആണ് ഏതറിൻ്റെ OS ആയിട്ട് വരുന്നത്. ഏതർ സ്റ്റാക്കാണ് ഇതിൻ്റെ UA ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള EVs കമ്പയർ ചെയ്യാൻ നേരത്ത് ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തും യൂസർ ഫ്രണ്ട്ലിയുമാണ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏതറിൻ്റെ ചാർജിങ്ങിനെ പറ്റിയിട്ട്. നമ്മുടെ വീടുകളിലെ നോർമൽ പ്ലഗ് പോയിന്റിൽ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാവുന്നുള്ളൂ. 5 amps സോക്കറ്റിൽ നമുക്കിത് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏതറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പവർ ചാർജിങ് സ്റ്റേഷൻസ് എന്നുള്ളത് പറയുന്നത്. ഏതറിൻ്റെ ഗ്രിഡ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്കൊരു 0 to 80 ആവാനായിട്ട് 45 to 50 മിനിറ്റ്. ഏതറിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 15 കിലോമീറ്റർ പോകാനുള്ള ചാർജ് കയറും. നിലവിൽ അത് പെയ്ഡാണ്, ചാർജ് സ്റ്റേഷൻസ് പെയ്ഡാണ്. പക്ഷേ നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ വാലറ്റിൽ നിന്നും കാര്യങ്ങളും ആയിരിക്കും അത് കട്ടാവുന്നത്. ഡെയിലി ഒരു 50 കിലോമീറ്റർ അതല്ല ഒരു 150 രൂപയൊക്കെ നിങ്ങൾ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതർ എടുക്കുന്നതാണ് ബെറ്റർ ഈ ഒരു സിറ്റുവേഷനിൽ. മാത്രമല്ല ഫ്യൂച്ചറിലോട്ടും പെട്രോളിൻ്റെ വില എങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതർ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെനഫിറ്റ് ആയിരിക്കും. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം മിനിമം ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. നമുക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഈ കളേഴ്സ് വെച്ചിട്ട് കോസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. സെയിം കോസ്റ്റ് ആയിരിക്കും ഈ 6 കളേഴ്സിന്. ഇത്രയും സ്പെസിഫിക്കേഷൻസും യൂസർ ഫ്രണ്ട്ലി ഉള്ള ഒരു EV നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഒരു EVയുടെ പുറകിലേക്ക് എന്തിനു പോകുന്നു? ജസ്റ്റ് ചൂസ് ഏതർ.